Okay, students, look over here. Let's just recreate that. That is M1 is equal to M2 anle. Or no? R1 by R2, it is given as R1 by R2 is given as 1 by 2. Then, in order to create constant centripetal force means F1 is equal to F2. Velocity should be in the ratio means V1 by V2 is the question. Okay. Then, in order to say that, we can write centripetal forces mv square by r, in which we could write v square is equal to fr divided by m, in which we could write v is equal to root of fr by m. V is equal to root of fr by m. Then I have written that v proportional to root r. ഇതുവരെ എഴുതി. എന്തുകൊണ്ട്? Since m1 is equal to m2 and f1 is equal to f2 means force and mass is constant. Force and mass is constant. That's the reason why we are writing v proportional to root r. Okay. V proportional to root r. V proportional to root r ആണെങ്കിൽ then what is v1 by v2? If it is v proportional to root r, then what is v1 by v2? Root of r1 by root r2. Root of r1 by r2. What is r1 by r2? 1 by 2. Therefore, it is root of 1 by 2. Root of 1 by 2, that is 1 by root 2. 1 by root 2. 1 by root 2 എന്ന് പറഞ്ഞാൽ 1 is to root 2. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇവിടെ വരെ എത്തിയ ഡൗട്ട് ഇല്ലല്ലോ. ഇതിന് വി പ്രൊപ്പോർഷൻ ടു ആർ എഴുതാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ എത്തിയില്ലേ? ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ റൈറ്റ് ദാറ്റ് ഇക്വേഷൻ. വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ആർ ബൈ എം. കുഴപ്പമുണ്ടാവും? അങ്ങനെയാണെങ്കിൽ വി വൺ ഇസ് ഈക്വൽ ടു ആണെങ്കിലോ, v1 is equal to ആണെങ്കിൽ root of f1 r1 divided by m1. v2 is equal to ആണെങ്കിൽ root of f2 r2 divided by m2. അങ്ങനെയാണ് v1 by v2 എന്ന് പറയുന്നത് v1 നെ root of f1 r1 divided by m1 എന്ന് എഴുതി. divided by v2 ആണ് ഇതിന്റെ റെസിപ്രോക്കൽ. divided by v2 ആണെങ്കിൽ v2 ന്റെ ആ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പം റൂട്ട് ഓഫ് m2 divided by f2 r2. And from this equation, since f1 is equal to f2, ff വെട്ടിപ്പോവും. m1 is equal to m2, m1 m2 വെട്ടിപ്പോവും. അപ്പൊ റൂട്ട് ഓഫ് r1 by r2 ഇതന്നെയല്ലേ കിട്ടിയത് അല്ലേ? കുഴപ്പമുണ്ടോ? അപ്പൊ കോൺസ്റ്റൻസ് ഉള്ളതിനെ നേരെ പ്രൊപ്പോർഷണൽ സൈൻ ഇട്ടിട്ട് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാൽക്കുലേഷൻ സിമ്പിൾ ആണ്. കോൺസ്റ്റൻസ് ഉള്ളതിനെ മനസ്സിലാക്കിയിട്ട് പ്രൊപ്പോർഷണൽ സൈൻ കാണിച്ചിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്താൽ കാൽക്കുലേഷൻ സിമ്പിൾ ആവും. Did you understand this? Is this clear? Yes, sir. Can I clear all the drawings? Yes. Can I clear all the drawings? Yes, sir. Yes. Then we'll look at the solution for. Sir, ഇതിന്റെ questions solutions ആർന്ന് PDF അയച്ചു തരുമോ? അയച്ചു തരാം. കുഴപ്പമില്ലല്ലോ? ഒന്നാമത്തെ പാഠത്തിന്റെ നോട്ടിന്റെ PDF ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. മറന്നു. ഇന്നലെ ലേശം ബിസി ആയിരുന്നു. ഇന്നയക്കാം. ഇന്നലെ കറണ്ട് പോയിരുന്നു.
Okay, but look at this question. What is the value of linear velocity? നിങ്ങളുടെ voice mute ആക്കാൻ ശ്രദ്ധിക്കുക. What is the value of linear velocity if omega is equal to, it is given omega is equal to what? Omega is given as 3i cap plus minus 4j cap plus k cap and r is given as like this. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച ഒരു എക്സ്പ്രഷൻ തേനി റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റിനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് വിനെ കണ്ടുപിടിക്കാൻ. നമ്മൾ പഠിച്ച റിലേഷൻ എന്താ? വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. പഠിച്ചില്ലേ? വി ഇസ് ഈക്വൽ ആർ ഒമേഗ എന്ന് പറയുന്നത് എക്സാക്ട് റിലേഷൻ ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഒരു റിലേഷന്റെ സിംപ്ലിഫൈഡ് ഫോം ആണ് കേട്ടോ. വി ഇസ് ഈക്വൽ ആർ ഒമേഗ എന്ന് പറയുന്നത് ഒരു റിലേഷന്റെ സിംപ്ലിഫൈഡ് ഫോം ആണ്. അതായത് സർക്കുലാർ മോഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് വി ഇസ് ഈക്വൽ ആർ ഒമേഗ. സർക്കുലാർ മോഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻ ആണ് വി ഇസ് ഈക്വൽ ആർ ഒമേഗ. ക്യാൻ യു റീകോൾ വാട്ട് വാസ് ആർ? ആർ എന്ന് പറയുന്നത് റേഡിയൽ ഡിസ്റ്റൻസ്. ഇതാണ് ആർ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതാണ് വി. ഓക്കെ, ഇതാണ് ആർ, ഇതാണ് വി എങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് അതും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഒമേഗയുടെ ഡയറക്ഷൻ ആറിനും വിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. ആറിനും വിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും ഒമേഗയുടെ ഡയറക്ഷൻ. Therefore, this is the formula that we could use in circular motion. ഇത് തെറ്റാണോ? അല്ല. സർക്കുലാർ മോഷനിൽ നമ്മൾ വി ഇസിക്കൽ ആർ ഒമേഗ എന്നുള്ള റിലേഷൻ തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷേ സർക്കുലാർ മോഷനിൽ എല്ലാത്ത സിറ്റുവേഷനിലും ആംഗുലാർ വെലോസിറ്റി ഒക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എലിപ്റ്റിക്കൽ മോഷനിലാണെങ്കിലും ആംഗുലാർ വെലോസിറ്റി ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വേറെ മോഷനിലൊക്കെ നമുക്ക് വിയും ആറും ഒമേഗയും തമ്മിലുള്ള ബന്ധം വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ ആണ്. വേറെ മോഷനിലൊക്കെ നമ്മൾ വ്യക്തമായ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ദ റിലേഷൻ ദാറ്റ് വി ഹാവ് ടു യൂസ് ഇൻ ജനറൽ കേസ്. വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ഒമേഗ ക്രോസ് ആറിന്റെ എക്സ്പാൻഷൻ എന്താ? ഒമേഗ ക്രോസ് ആറിന്റെ എക്സ്പാൻഷൻ എന്താ? ഒമേഗ ആർ സൈൻ തീറ്റ. ഒമേഗ ആർ സൈൻ തീറ്റ. ഇവിടെ ഞാൻ പറഞ്ഞു ഒമേഗ എന്ന് പറയുന്നത് ആറിനും വിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒമേഗ ആറിനും വിക്കും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 90 ഡിഗ്രി ആണ്. ഒമേഗ ആർ എന്നാവും. ഒമേഗ ആർ ആയിട്ടുണ്ട്. എങ്ങനെ? സർക്കുലാർ മോഷനിൽ ഒമേഗ ആറിനും വിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് സർക്കുലാർ മോഷനിലേക്ക് മാറിക്കോളും. പക്ഷേ why I am saying this equation is, നമ്മളുടെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഒമേഗ ആർ ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊരു സർക്കുലാർ മോഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞില്ലല്ലോ. They didn't say that it is executing a circular motion. Therefore, you will have to use this formula. ഇതിനൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇതൊരു ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. ഇതാണ് ശരിയായ ഫോർമുല. പക്ഷെ സർക്കുലാർ മോഷനിൽ നമുക്ക് നേരെ വി ഇസിക്കൽ ആർ ഒമേഗ എന്ന് യൂസ് ചെയ്താലും തെറ്റല്ല. But the actual formula which is giving you the connection between v omega and r, it is v is equal to omega cross r. അങ്ങനെയാണെങ്കിൽ ഒമേഗ ക്രോസ് ആർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമുക്ക് അറിയില്ലേ? w dot r എന്ന് വരില്ല. ഇല്ല. കാരണം എന്താ പറഞ്ഞാല് v എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്, r എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഒമേഗ എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ വെക്ടർ ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ക്രോസ് തന്നെയാണ്. മൂന്നാളും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾ ആദ്യം പഠിച്ചിട്ടില്ലേ? ആംഗുലാർ വെലോസിറ്റിയും റേഡിയൽ ഡിസ്റ്റൻസ് ഒക്കെ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് വി ഡിറ്റർമിനൻസ് ഉപയോഗിക്കണം. ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കാനുള്ളത്. Then you have to write omega cross r കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We will have to write i cap, j cap, k cap. പിന്നെയോ ഒമേഗ ക്രോസ് ആർ ആണ്. ഞാൻ ആർ ക്രോസ് ഒമേഗ എന്ന് അല്ല എഴുതി, ഒമേഗ ക്രോസ് ആർ ആണ്. ഒമേഗ ക്രോസ് ആർ ആണെങ്കിൽ 3 minus 4 1 5 minus 6 6 അല്ലേ? ഇന്നല്ലേ എന്റെ ക്യൂസ് 14 ആണല്ലേ? പാർവതി വോയിസ് മ്യൂട്ട് ചെയ്യാം. വോയിസ് മ്യൂട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ഇവിടുത്തെ കാര്യങ്ങൾ പറയാം, ഇവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, വേറെ കാര്യങ്ങൾ അതിൽ ഇടയിൽ ചെയ്യണ്ട. ഓക്കെ, ഇനി ഇതിന്റെ ആൻസർ. വാട്ട്സ് ആൻസർ ഫോർ ദിസ്? നിങ്ങൾക്ക് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ അറിയാം. മെത്തേഡ് മനസ്സിലായോ?
പിന്നെ ഡിറ്റർമിനന്റ് ഉപയോഗിച്ചിട്ട് ഡിറ്റർമിനന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഐ ക്യാപ്പ് ഇൻറ്റു റോയും കോളം എലിമിനേറ്റ് ചെയ്യുക, ബാക്കി ചെയ്യാം. മൈനസ് ജെ ക്യാപ്പ് ചെയ്ത് റോയും കോളം എലിമിനേറ്റ് ചെയ്യുക, ബാക്കി ചെയ്യാം. പ്ലസ് കെ ക്യാപ്പ് ചെയ്ത് റോയും കോളം എലിമിനേറ്റ് ചെയ്യുക. അത് പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ട്. വാട്ട്സ് ദ ആൻസർ ഫോർ ദിസ്? വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ്? Minus Option B. 18. Minus 18 I cap minus Option B. ഓപ്ഷൻ B. ബി ആണോ? നോക്കാം. ലെറ്റ് മീ ക്ലിയർ ഓൾ ദീസ്. ക്ലിയർ ചെയ്യട്ടെ. Yes. Sir, ഒരു Yes, sir. പറയും. R cross omega എന്താ പറയുക? അത് ഒമേഗ ക്രോസ് ആർ ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എന്ത് ചെയ്യുന്നാല്, നിങ്ങളോട് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്, ആർ ക്രോസ് എഫ് എന്നാണോ എഫ് ക്രോസ് ആർ എന്നാണോ ഞാൻ പറഞ്ഞത്? ആർ ക്രോസ് എഫ് ആണ് അല്ലേ? അതെന്തുകൊണ്ടാന്നുള്ളതും ആൻസർ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞാല്, വെക്ടേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാൻ പറ്റില്ല. അതുകൊണ്ടാണ് തൽക്കാലത്തെ ഇത് ഇങ്ങനെയാണ് കേട്ടോ. അതിന് വ്യക്തമായ ഒരു ആൻസർ ഉണ്ട്, സയൻസിൽ ഇതിനൊരു ആൻസർ ഉണ്ട്. പക്ഷേ നിങ്ങൾ വെക്ടേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങളെ കുറെ മാത്തമാറ്റിക്കലായിട്ട് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞുതരാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. Sir, അപ്പൊ ഈ സർക്കുലർ മോഷനിൽ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ? സർക്കുലർ മോഷനിൽ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീറ്റയുടെ വില 90 ഡിഗ്രി ആയിരിക്കും. തീറ്റയുടെ വില 90 ഡിഗ്രി ആണെങ്കിൽ ഒമേഗ ആർ നേരെ ഏതാ? സൈൻ 91 അല്ലേ? ഈ ഫോർമുല ശരിയൊക്കെ തന്നെയാണ്. സർക്കുലർ മോഷനിലാണ് ഇത് തീറ്റ വാല്യൂ വിൽ ബി 90 ഡിഗ്രി. അത്ര മനസ്സിലാക്കി വെച്ചോ. അപ്പൊ പിന്നെ ഈ ഫോർമുല തന്നെ ആവും. ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? സർക്കുലർ മോഷനിലാണ് തീറ്റയുടെ വില 90 ഡിഗ്രി ആണ്. എലിപ്സ് എന്ന് പറയുന്ന സാധനം, എലിപ്റ്റിക്കൽ മോഷൻ ഉണ്ട്. എലിപ്റ്റിക്കൽ മോഷനിൽ ഒമേഗ ഉണ്ട്. അപ്പം എലിപ്റ്റിക്കൽ മോഷൻ എന്ന് നിങ്ങളിപ്പം പഠിക്കും. പ്ലസ് 1 എലിപ്സ് പഠിച്ചോ? കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? No. ഇല്ല. അപ്പൊ അതിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും. അതുകൊണ്ട് ഇത് ഞാനിപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. പിന്നെ എനിക്കിത് വ്യക്തമായിട്ട് അതിന്റെ മാത്തമാറ്റിക്കൽ പാർട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ടാണ് ഐ എം നോട്ട് ഗോയിങ് ഡീപ് ഇൻ ടു ദിസ്. ദിസ് ഇസ് ദ ഫോർമുല ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ. അപ്പൊ തൽക്കാലത്തെ ഇത് മനസ്സിലാക്കി വെക്കുക. സർക്കുലർ മോഷനിൽ വി സിഗൽ ആർ ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിനോട് ഒരു കുഴപ്പമില്ല. ഇത് ശരിയായ ഇക്വേഷൻ ആണ്. ചോദിക്കുകയാണ് എല്ലാ സ്ഥലത്തും വി സിഗൽ ആർ ഒമേഗ ആണോ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം ശരിക്കും വി സിഗൽ ഒമേഗ ക്രോസ് ആർ ആയിരുന്നു. പക്ഷെ സർക്കുലർ മോഷനിൽ തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് നമ്മൾ വി സിഗൽ ആർ ഒമേഗ അല്ലെങ്കിൽ ഒമേഗ ആർ എന്ന് എഴുതാം. We can write it as Sir, omega. V equal to R omega എന്ന് പറയുമ്പോൾ R cross omega എന്നാണോ ചെയ്യേണ്ടത്? ശരിക്കും ഒമേഗ ക്രോസ് ആർ എന്നാണ്. വി സിഗൽ ആർ ഒമേഗ എന്ന് പറഞ്ഞ് ശീലായി പോയതാണ്. പക്ഷെ ഒമേഗ ആർ എന്ന് എഴുതിയാലും മതി. ശരിക്കും ഒമേഗ ക്രോസ് ആർ ആണ്. എ ക്രോസ് ബിയും ബി ക്രോസ് എയും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ആർ ഒമേഗ എന്നുള്ളത് ആർ ഒമേഗ അല്ല, ആർ ക്രോസ് എഫ് എന്നുള്ളത് ആർ ക്രോസ് എഫ് എന്ന് തന്നെ എഴുതണം. ഒമേഗ ക്രോസ് ആർ എന്നുള്ളത് ഒമേഗ ക്രോസ് ആർ എന്ന് തന്നെ എഴുതണം. ഓക്കെ. നിങ്ങൾക്ക് ഐ ക്രോസ് ജെന്റെ ഡയറക്ഷനും ജെ ക്രോസ് ഐന്റെ ഡയറക്ഷനും ഒന്നുമില്ലല്ലോ. ഐ ക്രോസ് ജെയുടെ ഡയറക്ഷനും ജെ ക്രോസ് ഐയുടെ ഡയറക്ഷനും ഒന്നും അല്ലാത്തത് കൊണ്ട് തൽക്കാലത്തെ ഇത്ര മനസ്സിലാക്കി വെക്കുക. ഈ ഫോർമുലയിൽ എഫ് ക്രോസ് ആർ നിങ്ങൾ ആരെ എഴുതുകയാണ് അത് തെറ്റാണ്. ആർ ക്രോസ് എഫ് തന്നെയാണ്. ഈ ഫോർമുലയിൽ നിങ്ങൾ ആർ ക്രോസ് ഒമേഗ എന്ന് എഴുതുകയാണെങ്കിൽ തെറ്റാണ്. പിന്നെ ഇത് നമ്മൾ എന്താ പറഞ്ഞാൽ അതിന്റെ ന്യൂമറിക്കൽ വി സിക്കൽ ആർ ഒമേഗ എന്നുള്ള ഇക്വേഷനോട് ഉദ്ദേശിക്കുന്നത് വി സിക്കൽ ആർ ഒമേഗ എന്നുള്ള ഇക്വേഷനോട് ഉദ്ദേശിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി സിക്കൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒമേഗ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സർക്കുലർ മോഷനിലാവുമ്പോൾ നമ്മൾ അതിന്റെ ന്യൂമറിക്കൽ ഫിഗർ കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് okay, then let me clear all these, then we will go to the answer. B. Answer is B. അല്ലേ? ക്ലിയർ അല്ലേ? Yes. Yes. അടുത്ത ചോദ്യം. A body moves with constant angular velocity on a circle. Magnitude of angular acceleration. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. ഐ എം നോട്ട് ഷുവർ. ഡിഡ് ഐ ഗീവ് യു ദ കോൺസെപ്റ്റ് ആംഗുലാർ ആക്സിലറേഷൻ? No. R alpha അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, അത് ഓർമ്മയില്ലാത്ത ആൾക്കാർ ഒമേഗ എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി പഠിച്ചിട്ടുണ്ട്.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടീനെ വേണേ ഡെൽറ്റ ടീനെ വേണേ ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതട്ടോ. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. വ്യക്തമായി പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്, ഡി തീറ്റ ബൈ ഡി ടി ആണ്. അതേപോലെ ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി ചെയ്താൽ കിട്ടുന്ന ആളാണ് ആംഗുലാർ ആക്സിലേഷൻ ആൽഫ. അതിനെ നമുക്ക് വേണേ ഡി ഒമേഗ ബൈ ഡി ടി എന്നൊക്കെ എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബോഡി മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി. എ ബോഡി മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുമ്പം ഒമേഗ കോൺസ്റ്റന്റ് ആണ്. ഒമേഗ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് എന്താ? ആൽഫ എന്ന് പറയുന്നത് ഡി ഒമേഗ ബൈ ഡി ടി ആണ്. ആൽഫയുടെ വളരെ വ്യക്തമായ ആൻസർ എന്താണ്? ആൽഫ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ആംഗുലാർ ആക്സിലറേഷൻ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ഒമേഗനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആൽഫ കിട്ടും. ഒമേഗനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ആൽഫ കിട്ടും. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒമേഗ കോൺസ്റ്റന്റ് ആണ്. ഒമേഗ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താ? വാട്ട് ഇസ് ദ ആൻസർ ഫോർ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ്? 0. 0. Therefore, alpha should be 0. 0. So magnitude of acceleration എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ we can say it is 0. കുഴപ്പമുണ്ടോ? No. Did you അതായത് നമ്മളോട് ചോദിച്ചത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ ആക്സിലേഷൻ ആണ് ചോദിച്ചത്. അപ്പൊ ആൽഫേനെയാണ് ചോദിച്ചത്. ആൽഫേനെ ചോദിച്ചിട്ട് അവർ പറഞ്ഞ ഹിന്റ് എന്താ? ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത്. ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ഒമേഗ കോൺസ്റ്റന്റ് ആണ്. ആൽഫ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡി ഒമേഗ ബൈ ഡി ടി ആണ്. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ആംഗുലാർ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പൊ ഒമേഗ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സിൻസ് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഈക്വൽ ടു 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0 എന്ന് പഠിച്ചിട്ടുണ്ട്. ഹാവിൻ ബി? Yes. Yes, sir. Then let me clear all these drawings. Let me clear all these drawings. Yes. Yes. Then the answer for that particular question is option C. അല്ലേ? അത് ഞാനൊരു ആൻസർ കീ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തില്ല. ഇതിനെ സൈസ് കുറയ്ക്കണല്ലോ. Okay, in order to make this question in one page, let me create it like this. എന്തായാലും നിങ്ങൾക്ക് ഈ ഓരോ ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ can you read this? Is this in a readable form? ഇത് നിങ്ങൾക്ക് റീഡബിൾ ഫോമിലാണോ? കുറച്ചുകൂടി സൂം ചെയ്താൽ നല്ലത്. കുറച്ചുകൂടി സൂം ചെയ്യാം. Then Yes. Yes. now it is in the readable form. Yes. Yes. എല്ലാം ഉണ്ട്. Okay. അങ്ങനെയാണെങ്കിൽ നോക്ക്, a point mass m is suspended from a light thread of length L. L length ഉള്ള ഒരു ത്രെഡ് ഇത് അവിടെ കണ്ടില്ലേ? അതിന്റെ മേലെ ഒരു m മാസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. And it is fixed at this point O. O എന്ന് പറയുന്ന പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. It is whirled in horizontal circle. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് അങ്ങനെ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട് അല്ലെ? മനസ്സിലായോ? Can you see my face? ഇങ്ങനെ കറക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ from your point of view, stationary with respect to mass, the forces on the masses are. ഈ മാസിന് മേലുള്ള ഫോഴ്സ് നമ്മളെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതിങ്ങനെ കറങ്ങുന്നതിന്റെ ഒരു ഫോട്ടോ അങ്ങോട്ട് എടുത്തു. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്നാപ്ഷോട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്നാപ്ഷോട്ട് ആണ് ഇത് വിചാരിച്ചത്. ഓക്കെ, അങ്ങനെയാണ് ആ സിറ്റുവേഷനിൽ അതിന്റെ മേലുള്ള ഫോഴ്സുകൾ. ആ സിറ്റുവേഷനിൽ അതിന്റെ മേലുള്ള ഫോഴ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ ആ സബ്സ്റ്റൻസ് ഇങ്ങനെ നിൽക്കുകയാണ് വിചാരിച്ചു. ആ സിറ്റുവേഷനിൽ ആ സബ്സ്റ്റൻസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയായിരിക്കും എന്നാല് obviously there will be gravitational force അല്ലേ?
കുഴപ്പമുണ്ടോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഇനി കയറിന് അതിന്റെ മേലെ ഒരു വലിവ് അനുഭവപ്പെടും. കയറിന്റെ മേലെ അനുഭവപ്പെടുന്ന ഒരു സ്ട്രെച്ചിങ് ഫോഴ്സ് നമ്മൾ ടെൻഷൻ എന്ന് വിളിക്കും. കയറിന്റെ മേലെ ഒരു വലിവ് ഉണ്ടാവും, ആ വലിവിന് നമ്മൾ ടെൻഷൻ ഓൺ ദ സ്ട്രിങ് ടി ഉണ്ടാവും. ഇനി ഇത് സാധാരണ സാഹചര്യത്തിൽ ആ ബോൾ എങ്ങനെയാ നിൽക്കുക? ഇവിടെ നടുവിൽ താഴെയല്ല നിൽക്കണ്ടേ, പക്ഷെ ഇത് ഇവിടെയല്ലേ നിൽക്കുന്നത്? ആണോ? ആ ബോള് അങ്ങോട്ട് നീങ്ങാൻ സാധാരണ ഇത് ഇവിടെയാണോ നിൽക്കേണ്ടത് അതോ ഇവിടെയാണോ നിൽക്കേണ്ടത്? എ നടന്ന പൊസിഷനിലാണോ ബി നടന്ന പൊസിഷനിലാണോ? നോർമൽ സിറ്റുവേഷനിൽ നിൽക്കേണ്ടത്? നോർമൽ സിറ്റുവേഷനിൽ എ നടന്ന പൊസിഷനിലാണ് നിൽക്കേണ്ടത്. പക്ഷെ അത് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കാരണം ഔട്ട്വേർഡ് ഫോഴ്സ് ഉള്ളതിനോടാണോ ഇൻവേർഡ് ഫോഴ്സ് ഉള്ളതിനോടാണോ? ഔട്ട്വേർഡ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് അത് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ മേലെ ശ്രദ്ധിച്ചോ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആരാണ്? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണോ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഔട്ട്വേർഡ്സ് ഉള്ളത് കൊണ്ടാണ് അത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ടാവില്ലേന്ന്? സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻഷൻ ആണ് കൊടുക്കുന്നത്. ഈ കയർ ഇവിടെ കെട്ടിയിട്ടത് കൊണ്ടാണ് നമുക്ക് ഇതിനെങ്ങനെ കറക്കാൻ പറ്റുന്നത്. കയർ ഇങ്ങനെ കെട്ടിയിട്ടതിനോണ്ട് ആ കയറിന്റെ, അപ്പം ഇവിടെ ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയട്ടെ, എന്നിട്ട് ഞാൻ ഈ ചോദ്യത്തിനെ കുറച്ചുകൂടി പറയാം. ഇവിടെ എന്താ വെച്ച്, ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു മാസ് ദ ഫോഴ്സസ് ഓൺ ദ മാസസ് ആർ. അപ്പം ഇവിടെ നമ്മൾ സാധാരണ ബേസിക് ലോസ് ഓഫ് ഫിസിക്സിനെ വെച്ചിട്ട് നമ്മൾ നോക്കുകയായിരിക്കും. ഇത് ഇങ്ങനെ ഈ ഒരു സ്ക്രീൻ പൊസിഷനിൽ അത് നിൽക്കണമെങ്കിൽ അതിന്റെ മേലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇങ്ങോട്ട് ഉണ്ടാവണം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങോട്ട് ഉണ്ടാവണം, ടെൻഷൻ ഇങ്ങോട്ട് ഉണ്ടാവണം. ഇവരെല്ലാവരും കൂടി വെക്ടർ സമ്മില്ലേ? ഈ കല്ലിന് പകരം ഇവിടെ ഒരു പശു ഉള്ളത്, ഒരു പശു ഉള്ളത്, ആ പശുവിനെ ഇങ്ങോട്ടും 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 ഒരു കയറിട്ട് പിടിച്ചു വലിക്കുകയാണ്. ഈ പശു ഇവിടെ അനങ്ങാണ്ട്. അതായത് ഈ മൂന്ന് ഫോഴ്സുകളുടെയും നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഈ മൂന്ന് ഫോഴ്സുകളുടെയും നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0. അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്ലസ് mg ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആൻസർ കിട്ടൂലേ? ആ ആൻസർ ടെൻഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. നോക്കി, ടെൻഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ കൂടി വെക്ടർ സമ്മ് ആർക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും? ടെൻഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് അങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങളിപ്പം ഒരു സാഹചര്യത്തിൽ അവിടെ നിൽക്കേണ്ടി വരും. നിങ്ങൾ ഇപ്പം കസാലിൽ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ ലെറ്റ്സ് ഇമാജിൻ ദാറ്റ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓവർ ഹിയർ. അയാൾക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അയാളെ മേലുള്ള നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ടാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg താഴോട്ടേക്ക് ഉണ്ടാവും, റിയാക്ഷൻ ഫോഴ്സ് മേലോട്ടേക്ക് ഉണ്ട്. ആ നെറ്റ് ഫോഴ്സ് ഇതിന്റെ മേലുള്ള 0 ആയതുകൊണ്ടാണ് അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റും. അതേമാതിരി ഈ പൊസിഷനിൽ അത് അവിടെ നിൽക്കുന്നത് എങ്ങനെയാണെന്നാൽ, നിൽക്കുക എന്ന് പറഞ്ഞാൽ കറങ്ങുന്നുണ്ട്, പക്ഷെ ആ സ്നാപ്ഷോട്ടിൽ അത് ഈ ഒരു പൊസിഷനിൽ നിൽക്കാൻ കാരണം എന്താ പറഞ്ഞാല് അതിന്റെ മേലുള്ള നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ടാണ്. Therefore the option is C. ഇനി ഞാൻ പറയട്ടെ, അപ്പൊ ചോദിക്കുകയാണല്ല കറങ്ങണേ സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണ്ടേ? ആണോ? വേണം. കറങ്ങണേ സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണമെങ്കിൽ ഈ ടെൻഷൻ ഇല്ലേ, ടി ടെൻഷൻ, ആ ടി ടെൻഷനെ വി കുഡ് റിസോൾവ് ദിസ് ടി ടെൻഷൻ ഇൻടു 2 കമ്പോണൻസ്. ടെൻഷനെ നമുക്ക് 2 കമ്പോണന്റ് ആക്കി മാറ്റാം. ടെൻഷൻ എത്ര കമ്പോണന്റ് ആക്കി മാറ്റാം? 2 കമ്പോണന്റ്. ആൻഡ് ലെറ്റ് മീ ടേക്ക് ദിസ് ആംഗിൾ ആസ് തീറ്റ. അങ്ങനെയാണ് ഇതാരാ? ടി കോസ് തീറ്റ ആണോ ടി സൈൻ തീറ്റ ആണോ? T cos theta. T cos theta. അങ്ങനെയാണ് ഇതാരാ? T sin theta. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ടി കോസ് തീറ്റ കമ്പോണന്റ് ആണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടി കോസ് തീറ്റ കമ്പോണന്റ് ആണ് ആരെ പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രിപീറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇത് സർക്കുലാർ പാത്തിൽ കറങ്ങുന്നുണ്ടെങ്കിൽ സർക്കുലാർ പാത്തിൽ വേണ്ട സെൻട്രിപീറ്റൽ ഫോഴ്സ് നടക്കുന്നത് ഇങ്ങോട്ടല്ലേ? ആണോ? Yes, sir. സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻഷന്റെ ഒരു കമ്പോണന്റ് ആണ്. സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ടെൻഷന്റെ ഒരു കമ്പോണന്റ്. ഓക്കെ. അപ്പം ഇതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്. ആ എം മാസുള്ള സബ്സ്റ്റൻസ് കറക്കുന്നുണ്ട്. നമ്മൾ കറക്കുന്നതിനോണ്ടാണ്. അപ്പൊ അതിന്റെ മേലെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. ഈ കയറിന്റെ മേലെ ഒരു വലിവ് അനുഭവപ്പെടുന്നുണ്ട്, ടെൻഷൻ. Therefore option C is the correct answer. Okay. ഇത് ആണോ എന്നായിരിക്കും നിങ്ങളുടെ കുറെ ആൾക്കാരുടെ ഡൗട്ട്. ഇതല്ല, ഇത് അങ്ങനെയാണ്. എന്തായി പോകുന്ന പറഞ്ഞാല് ഈ ഫോഴ്സും ക്യാൻസൽ ആയി പോയിട്ട് എന്ത് ചെയ്യണേ? ഇനി ഈ സബ്സ്റ്റൻസിന് ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റിലേക്കൊന്നും ഫോഴ്സ് ഇല്ലാണ്ട് അത് ഇവിടെ തന്നെ നിൽക്കണേ. അങ്ങനെ നിൽക്കണ്ടോ?
നിൽക്കുന്നുണ്ടോ? No. ഇല്ല. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് ദ സിറ്റുവേഷൻ, ദിസ് ഇസ് യുവർ സിറ്റുവേഷൻ. അപ്പൊ ചോദിക്കുകയാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് ഇല്ലേ? സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ട്. കറങ്ങാൻ ആവശ്യമുള്ള ഫോഴ്സ് ആണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. കറങ്ങാൻ ആവശ്യമുള്ള ഫോഴ്സ് ആരാ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷന്റെ ഒരു കഷ്ണമാണ്. ആ കയറിന്റെ മേലുള്ള വലിവിന്റെ ടെൻഷന്റെ ഒരു കഷ്ണമാണ് കറങ്ങാൻ ആവശ്യമുള്ള ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, therefore in this situation the external forces which is acting over that substance is option C. സർ ആ ത്രെഡിലും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. ത്രെഡിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ത്രെഡിനെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാതിരിച്ചോ. ത്രെഡിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ത്രെഡ് മാസ്ലെസ് ത്രെഡ് എന്നാണ് നമ്മൾ സാധാരണ ഈ സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കുക. അതല്ല, ഇഫ് യു ആർ കൺസിഡറിങ് മാസ്, അങ്ങനെയാണെങ്കിൽ ഇത്ര ഭാഗത്തുള്ള ത്രെഡിന്റെ മേലെ എങ്ങനെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, ഇത്ര ഭാഗത്തുള്ള ത്രെഡിന്റെ മേലെ എങ്ങോട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, ഇങ്ങോട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, ഇങ്ങോട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. അവിടെയൊക്കെ ഈ ത്രെഡിന്റെ ഈ മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും. അവിടെ ഈ മാസിന് കറസ്പോണ്ടിങ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ ഇൻ ദ സിറ്റുവേഷൻ വി കുഡ് കൺസിഡർ ദ ത്രെഡ് ഇസ് വെരി തിൻ. ത്രെഡ് വളരെ തിൻ ആണെങ്കിൽ ത്രെഡിന്റെ മാസ് സബ്സ്റ്റൻസിന്റെ മാസിനെ വെച്ച് നോക്കും വളരെ ചെറുതായിരിക്കും, മാസിലെസ് ആക്കാം. ഓക്കെ, എല്ലാണ്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നിനെയും ഇങ്ങനെ എടുക്കേണ്ടി വരും. ഓക്കെ, അതിന്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലേക്ക് നമ്മൾ പോകുന്നില്ല. ത്രെഡിന്റെ മാസ് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, ലെറ്റ് മീ ക്ലിയർ ഓൾ ദീസ് drawings. What's the option for this? What's the correct option for this? C. Therefore C, tension T ഉണ്ട്, W weight ഉണ്ട്, F centrifugal force ഉണ്ട്. Okay, അടുത്ത question നോക്ക്. Which of the following statement is false for a particle moving in a circle with constant angular speed? Which of the following statement is false for a particle moving in a circle with constant angular speed? Constant angular speed. Velocity vector is tangential to the circle. നമ്മളൊരു സർക്കുലാർ മോഷനെ കൺസിഡർ ചെയ്യാം. സർക്കുലാർ മോഷനിൽ റേഡിയസ് എങ്ങനെ ഉണ്ടാവും? ഇതാണ് സെന്റർ O ഇതാണ്, ഇതാണ് റേഡിയസ് R. അങ്ങനെയാണ് ഇതായിരിക്കും എന്ത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലെ? സെൻട്രിപീറ്റൽ ആക്സിലേഷൻ എങ്ങോട്ടുണ്ടാവും? സെൻട്രിപീറ്റൽ ആക്സിലേഷൻ സെൻട്രലോട്ട് ആണ്. അങ്ങനെയാണ് വെലോസിറ്റി വെക്ടർ ഇസ് ടാൻജന്റ് ടു ദ സർക്കിൾ. ശരിയാണോ തെറ്റാണോ? Is this a false statement or a correct statement? This is a correct statement. Acceleration vector is tangential to the circle. Diagram നോക്കിയിട്ട് പറയും acceleration vector tangential to the circle ആണോ? സർക്കിളിന്റെ ടാൻജൻഷ്യൽ ആണോ? അല്ല. അപ്പൊ ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കുക, ബാക്കിയൊക്കെ വായിച്ചുക. Acceleration vector points to the center of the circle. നോക്കി നോക്ക്, ഡയഗ്രാം നോക്ക്. Acceleration vector points to the center of the circle. കറക്റ്റ് ആണോ റോങ് ആണോ? Correct. The velocity and acceleration vectors are perpendicular to each other. Look at the diagram and say velocity vector and acceleration vector are perpendicular to each other. That's also a correct statement. Therefore, identify the false statement. B is the false statement. Is that clear? Clear or no? Yes, sir. Is it clear? All of you? Yes, sir. Yes. അടുത്ത ചോദ്യം. A stone of mass 2 kilograms tied to a string of length 0.5 meter. A stone of mass 2 kilograms tied to a string of length 0.5 meter. Therefore, M is given. 2 kilogram. Length of string എന്ന് പറയുമ്പം അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കറക്കുക ചെയ്യുന്നത്. കറക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് സ്ട്രിങ് എന്തിന് ഈക്വലാ? റേഡിയസിന് ഈക്വൽ ആണ്. കുഴപ്പമുണ്ടോ? ഒരു സബ്സ്റ്റൻസിനെ കറക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു റേഡിയസ്. If the breaking tension on the string is 900 Newton, breaking tension on the string 900 Newton ആണെന്ന് പറയുകയാണെങ്കിൽ സ്ട്രിങ്ങിന്റെ മേലുള്ള ടെൻഷൻ എന്ന് പറയുന്നത് എന്താ? ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ?
Did I say tension is force itself? അല്ലേ? Yes. അപ്പം ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സ്ട്രിങ്ങിനെ ഔട്ട്വേർഡ് പിടിച്ചു വലിക്കുന്നതുകൊണ്ടാണ് സ്ട്രിങ്ങിന്റെ മേലെ ടെൻഷൻ ഉണ്ടാവുന്നത്. സ്ട്രിങ്ങിനെ ഔട്ട്വേർഡ് പിടിച്ചു വലിക്കുന്നതുകൊണ്ടാണ് സ്ട്രിങ്ങിന് മേലെ ടെൻഷൻ ഉണ്ടാവുന്നത്. ടെൻഷൻ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇൻഡയറക്ട്ലി ദേ ഹാവ് ഗിവൺ യു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ദാറ്റ് ഇസ് 900 Newton. What is the maximum angular velocity the stone can have in non-uniform circular motion? അപ്പം ആംഗുലാർ വെലോസിറ്റിനെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആംഗുലാർ വെലോസിറ്റി ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് യൂണിറ്റ് നോക്കുക. യൂണിറ്റ് ഒക്കെ എന്താ? റാഡ് പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പൊ ആംഗുലാർ വെലോസിറ്റി തന്നെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ശരിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്താ? വാട്ട്സ് ദ എക്സ്പ്രഷൻ ഫോർ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്? സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ തന്നെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനും. മാസ് ഇൻറ്റു സെൻട്രിപീറ്റൽ ആക്സലറേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒമേഗനെ കണ്ടുപിടിക്കാനാണ്. ഒമേഗനെ കണ്ടുപിടിക്കാനാണ് mr omega square എന്ന് എഴുതട്ടെ. Can I write centripetal force is having an expression mr omega square? Therefore, centrifugal force can also have an expression mr omega square. എഴുതിക്കൂടെ? എഴുതിക്കൂടെ? Yes. Yes. അങ്ങനെയാണ് omega square is equal to, what's omega square then? f divided by mr. Omega equal to ആണ് എന്താ? root of f divided by mr. Let's substitute. Root of, did they give you f? f തന്നിട്ടുണ്ട് എത്രയാ? 900 Newton divided by m. m എത്രയാ? 2 into r എത്രയാ? 0.5. What's the answer for this? 30. അയ്യോ 30. 30 അല്ലേ? 30 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ അല്ലേ? Is this option A? Yes sir. Clear? Yes, sir. Clear അല്ലേ? ഞാൻ റൈറ്റിംഗ്സ് ക്ലിയർ ചെയ്യട്ടെ. Can I clear all these drawings? Yes. നിങ്ങളൊന്നും പറഞ്ഞില്ല, ഞാൻ ക്ലിയർ ചെയ്തു. അപ്പം 30 കിട്ടിയിട്ടുണ്ട് അല്ലേ? അടുത്ത സിറ്റുവേഷൻ. മാസ് of 2 kilogram is whirled in a horizontal circle by means of a string at initial speed of 5 revolution per minute. Mass തന്നിട്ടുണ്ട്. അപ്പം m is equal to 2 kilogram. Is whirled in a horizontal circle ഇങ്ങനെ with an initial speed of, നോക്കി നോക്ക്, സ്പീഡ് എന്ന് പറഞ്ഞിട്ട് അവരെന്താ തന്നത്? Did they give you Frequency. സർക്കുലാർ മോഷനിൽ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫ്രീക്വൻസിനാണ് തന്നത്. ഫ്രീക്വൻസി എത്രയാ? 5 revolution per second ആണോ പെർ മിനിറ്റ് ആണോ? ഫ്രീക്വൻസിയുടെ കറക്റ്റ് SI യൂണിറ്റ് എന്താ? റെവല്യൂഷൻ പെർ സെക്കൻഡ് അല്ലെ? ഹേർട്സ്. ഹേർട്സ് എന്ന് പറഞ്ഞ റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 5 revolutions per minute ആണെങ്കിൽ ഹൗ മെനി revolutions per second? അല്ലെങ്കിൽ അവിടെ എടുക്കട്ടെ. റെവല്യൂഷൻ പെർ മിനിറ്റ് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. കീപ്പിംഗ് ദ റേഡിയസ് കോൺസ്റ്റന്റ്, ടെൻഷൻ ഓഫ് ദ സ്ട്രിംഗ് ഇസ് ഡബിൾഡ്, ദെൻ ന്യൂ സ്പീഡ് ഇസ്. അപ്പൊ ചോദിച്ചത് ന്യൂ സ്പീഡ് എന്ന് പറയുമ്പോൾ പുതിയ റെവല്യൂഷൻ തന്നെയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഞാൻ റെവല്യൂഷൻ പെർ സെക്കൻഡിലേക്ക് മാറ്റണ്ട എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻസും റെവല്യൂഷൻ പെർ മിനിറ്റിലല്ലേ ആണോ? അപ്പം ഒരു ഫ്രീക്വൻസി തന്നിട്ട് വേറെ ഫ്രീക്വൻസിനെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പൊ ഒരു ഫ്രീക്വൻസി തന്നിട്ട് വേറെ ഫ്രീക്വൻസിനെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് വെച്ചാൽ ഇതും റേഷ്യോ പ്രോബ്ലം തന്നെയാണ്. ഒരു ഫ്രീക്വൻസി തന്നിട്ട് വേറെ ഫ്രീക്വൻസിനെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് വെച്ചാൽ റേഷ്യോ പ്രോബ്ലം തന്നെയാണ്. അപ്പൊ നമ്മൾ നോക്കാം ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോർമുല എന്തായിരിക്കും? They have given you mass and they have given you frequency. Keeping the radius constant, the tension of the string is doubled. Tension of the string double ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് T2 second tension is 2 times T1. Second tension 2 times T1 ആണെന്ന് നമുക്ക് എഴുതാം. ടെൻഷൻ എന്ന് പറയുന്ന ആരാ? ഫോഴ്സ് അല്ലേ? ടെൻഷൻ എന്ന് പറയുന്ന ഫോഴ്സ് തന്നെയല്ലേ?
അപ്പൊ F2 is equal to 2F1. Can I write like this? F2 is equal to 2F1 എന്ന് എഴുതി കൂടെ? പറയും. Oh, yes. എഴുതാം. F2 is equal to 2F1 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ കാര്യം തന്നിട്ടുണ്ട്. മാസ് മാറിയതായിട്ട് ഒരു പറഞ്ഞിട്ടുണ്ടോ? മാസ് 2 കിലോഗ്രാം ആണ്. കറക്കുമ്പോ മാസ് മാറിയതായിട്ട് പറഞ്ഞില്ലല്ലോ. അപ്പം M1 is equal to M2 എന്ന് എഴുതിക്കട്ടെ. മാസ് കോൺസ്റ്റന്റ് ആണ്. മാസ് മാറിയതായിട്ട് ഒരു പറഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ ഇനീഷ്യൽ ഫ്രീക്വൻസി ഒരു തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഫ്രീക്വൻസി എത്രയാ? 5 ഏത് യൂണിറ്റിന്റെ ആയിക്കോട്ടെ, ആൻസറും അതേ യൂണിറ്റിലല്ലേ? ചോദ്യത്തിൽ തന്ന യൂണിറ്റിൽ തന്നെയാണ് ആൻസറും കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ ഫ്രീക്വൻസിനെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ഇക്വേഷൻ യൂസ് ചെയ്യാം? വിച്ച് ഇസ് ദ ഇക്വേഷൻ ദാറ്റ് വി ക്യാൻ യൂസ് ഇൻ ദിസ് സിറ്റുവേഷൻ? സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F is equal to mr omega square. ഞാൻ ഇത് എഴുതട്ടെ. ഒമേഗക്ക് പകരം എന്താക്കാം? 2π nu എന്നുള്ള ആക്കിയിട്ടുണ്ടെങ്കിൽ, ഒമേഗക്ക് പകരം 2π nu ആക്കിയിട്ടുണ്ടെങ്കിൽ mr 2π nu the whole square ഞാൻ എഴുതണോ? let me write 4π square nu square എഴുതട്ടെ. മനസ്സിലായോ? since omega equal to 2π nu, omega 2π nu ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. എഴുതിക്കൂടെ? Can I write an equation like this? Did you understand this equation? Yes. 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 നമ്മൾ നോക്കുക, നമുക്ക് പ്രപ്പോർഷണൽ ആക്കണമെങ്കിൽ കോൺസ്റ്റൻസിന് ഒഴിവാക്കാം അല്ലെ? അല്ലെങ്കിൽ ഇവിടുന്ന് ന്യൂ സ്ക്വയർ ഇസിക്കൽ എന്താ നോക്കുക. ന്യൂ സ്ക്വയർ ഇസിക്കൽ എന്താ? ന്യൂ സ്ക്വയർ ഇസിക്കൽ ആണെങ്കിൽ ന്യൂ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം F divided by mr 4π square. കുഴപ്പമുണ്ടോ? അപ്പൊ ന്യൂ ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് F divided by mr 4π square. വെറുതെ ഇങ്ങനെ എഴുതി. Can I write like this? Yes. Is this clear up to this point? ഇനി നമ്മൾ നോക്കുക, കോൺസ്റ്റന്റ് ആയിരിക്കാം. F കോൺസ്റ്റന്റ് ആണ്, M കോൺസ്റ്റന്റ് ആണ്, പിന്നെ റേഡിയസും കോൺസ്റ്റന്റ് ആണ്. കാരണം ആ റിംഗിന് തന്നെയല്ലേ, റിംഗിന് തന്നെയാണ് റിവോൾവ് ചെയ്യുന്നത് വെച്ചാൽ R1 is equal to R2 ആണ്. അപ്പം യു ക്യാൻ ക്ലിയർലി സി F is constant, M is constant, R is constant അല്ലേ? ആണോ? F constant ആണ്. അല്ല, F കോൺസ്റ്റന്റ് അല്ല. F കോൺസ്റ്റന്റ് അല്ല. F ഒഴികെ ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് ആണ് അല്ലേ? F ഒഴികെ ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് ആണ്. ഇത് റേസ് ഇങ്ങനെ റേസ്. F ഒഴികെ ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ന്യൂ പ്രപ്പോർഷണൽ ടു എന്ത് ചെയ്താ? വാട്ട് ക്യാൻ ഐ റൈറ്റ് ന്യൂ പ്രപ്പോർഷണൽ ടു? ന്യൂ പ്രപ്പോർഷണൽ ടു റൂട്ട് F. ദാറ്റ് ഇസ് nu1 by nu2 is equal to എന്ത് ചെയ്താ? എഴുതിക്കൂടെ? അല്ലെങ്കിൽ ഞാൻ nu2 by nu1 എഴുതട്ടെ. Can I write nu2 by nu1? ഇവിടെ nu2 കണ്ടുപിടിക്കാൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതട്ടെ. nu2 by nu1 is equal to പറയും root of F2 by F. nu2 is equal to nu1 into root of F2 by F1. എഴുതിക്കൂടെ? എഴുതിക്കൂടെ? എഴുതാം. What is F2 by F1? F2 by F1 ഇതാ ഇവിടെ നോക്കി പറയാം. F2 by F1 എന്തായിരിക്കും? അപ്പൊ nu2 is equal to nu1 into root 2. nu1 into root 2. nu1 എത്രയാ? 5. Five into 1.414. 5 into 1.414 എത്രയാ? 7. 7 point something ആണ്. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ? Let me clear all these. Clear ചെയ്യട്ടെ. റെഡി ആണോ? സ്ക്രീൻഷോട്ട് എടുത്തോ.